എൻ ശ്രീകുമാർ, അവധി അവകാശമാണ്, തർക്കമില്ല. ജോലി തിരക്കിനിടെ, അതിൻ്റെ സമ്മർദ്ദത്തിനിടെ അവധിയെടുക്കുന്നത് സ്വാഭാവികമായ പ്രക്രിയയാണ്. പക്ഷേ ജനത്തെ മറന്നുള്ള കൂട്ട അവധിയെടുക്കൽ അവകാശമോ? ഇതിൽ നമ്മൾ ജനത്തെ മറന്നുകൊണ്ട് കൂട്ട അവധിയെടുത്തു എന്നുള്ളതിനോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ജനത്തെ ഇവിടെ അവർ മറന്നു എന്ന് പറഞ്ഞാൽ അത് നമ്മൾ പൊതുവായിട്ട് പറയുന്നൊരു വാചകമാണത്. ഇത് അവർക്ക് ശനി ഞായർ അവധി കിട്ടി, അവർ വെള്ളിയാഴ്ചയും കൂടെ അവധി എടുത്തവർ പോയി. ഞാൻ അറിഞ്ഞത് 19 ജീവനക്കാരാണ് വിനോദയാത്രയ്ക്ക് പോയത്. ആ 19 പേര് ലീവ് കൊടുത്തു. അപ്പോൾ അത് അവർക്ക് കിട്ടേണ്ട ലീവ് ആനുകൂല്യമാണ്. എന്നിട്ട് അവർ ടൂറിന് പോയി. അതിൽ വലിയ തെറ്റ് കാണാൻ നമുക്ക് കഴിയില്ല. പക്ഷേ ജീവനക്കാർ കൂട്ട അവധിയെടുത്തു പൊതുജനം പെരുവഴിയിൽ എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിനെ ഒരുപാട് രീതിയിൽ വ്യാഖ്യാനിച്ച് കൊണ്ടുവരാനും കഴിയും. ഇതിലൊരു ഞാൻ കാണുന്നത്, ഇതിൽ ജീവനക്കാർ അവധിയെടുത്തു എന്നുള്ളതല്ല. കാരണം കോതമംഗലത്തെ ജീവനക്കാർ അവധിയെടുത്ത് കല്യാണത്തിന് പോയി. അപ്പോൾ അന്വേഷിച്ചപ്പോൾ എന്താണ്, ഉച്ചയ്ക്കാണ് സദ്യ. അപ്പോൾ ആ സമയത്ത് സദ്യ ഉണ്ണാൻ വൈകിട്ട് പോയിട്ട് കാര്യമില്ല, അപ്പോൾ ഉച്ചയ്ക്ക് ഊണഴിക്കാൻ പോയി. ഇതൊക്കെ നമ്മുടെ നാട്ടിലിങ്ങനെ നടക്കാറുണ്ട്. അതൊക്കെ ചിലതൊക്കെ പുറത്തു വരും, ചിലതൊക്കെ പുറത്തു വരില്ല. പക്ഷേ പൊതുവേ ഈ സർക്കാർ ജീവനക്കാർ ജനങ്ങളോടുള്ള ഒരു പെരുമാറ്റത്തെക്കുറിച്ച് ആക്ഷേപമുണ്ട്. ആ ആക്ഷേപത്തെ നമ്മളെ ഇതുമായിട്ട് കൂട്ടിക്കുഴയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇത് രണ്ടാണ്. ഇപ്പം ജീവനക്കാരെല്ലാവരും ഒരു സീറ്റിൽ ഇരുന്നുകൊണ്ട് മാത്രം ആനുകൂല്യങ്ങൾ കൊടുക്കണമെന്നില്ല. കാരണം എത്രയോ ജീവനക്കാർ വന്നിട്ട് അവിടെ ജീവനക്കാരല്ല, എത്രയോ നാട്ടുകാർ വന്നിട്ട് കാര്യങ്ങൾ സാധിക്കാതെ പോകുന്നുണ്ട്. അത്രയൊരവസ്ഥ ഉണ്ടായപ്പോഴാണല്ലോ ശ്രീ ഉമ്മൻചാണ്ടി ബഹുജന സമ്പർക്ക പരിപാടി ആവിഷ്കരിച്ചത്. അന്ന് അദ്ദേഹത്തോട് പറഞ്ഞു, വില്ലേജ് ഓഫീസർ ചെയ്യേണ്ട കാര്യം മുഖ്യമന്ത്രി ചെയ്യണമെന്നൊക്കെ ചോദിച്ച് ഇവിടുത്തെ CPM പരിഹസിച്ചിരുന്നു. അപ്പോൾ അതൊരു സർക്കാർ സംവിധാനം അവിടെ എന്ന് നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചത്, നമ്മളത് ആദ്യത്തെ ദിവസം അവിടെ എന്താണ് സംഭവിച്ചത്, അതായത് അവർ ടൂറിൽ പോയി എന്നുള്ള വാർത്ത വന്നു. രണ്ടാമത്തെ ദിവസം CPIയിൽ തന്നെ രണ്ടഭിപ്രായം വന്നു, CPMലും അഭിപ്രായ ഭിന്നത വന്നു. അപ്പോൾ ഇതിൽ അവിടുത്തെ MLA അദ്ദേഹം ഇതിലൊരു വല്ലാതൊരു എന്താ പറയുക, ഒരു ആകാംക്ഷ കാണിക്കുകയോ ഒരു എടുത്തിയാട്ടം കാണിക്കുകയോ ഒക്കെ ചെയ്തു എന്നാണ് എൻ്റെ ഒരു സംശയം. കാരണം അവിടെ ഈ പ്രശ്നം റവന്യൂ വകുപ്പിൻ്റെ കീഴിലാണ് ഈ താലൂക്ക് ഭരണം നിലനിൽക്കുന്നത്. താലൂക്ക് ഭരണം റവന്യൂ വകുപ്പിൻ്റെ കീഴിലാണ്. നമ്മൾ കഴിഞ്ഞ ഈ 7 വർഷത്തെ LDF ഭരണമെടുത്ത് നോക്കിയാൽ NGO യൂണിയൻകാർ അധികവും സമരം ചെയ്തിട്ടുള്ള റവന്യൂ വകുപ്പിനെതിരെയാണ്. അവർ ഭരിക്കുന്ന വകുപ്പിനെതിരെയൊന്നും അവരങ്ങനെ സമരം ചെയ്ത് നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ ഇവിടെ ഒരു ജീവനക്കാർ 60 ജീവനക്കാരിലെ 19 പേര് ടൂറിന് പോയി. അതിൽ ബാക്കിയൊക്കെ ഞാൻ അന്വേഷിച്ചപ്പോൾ 8 പേര് ഫീൽഡ് സ്റ്റാഫാണ്. അവരുടെ ഹാജർ അവർ ആ സമയത്ത് രേഖപ്പെടുത്തിയിരുന്നില്ല. പിന്നെ 12 പേരാണ് തൊട്ടടുത്തുള്ള ജില്ലകളിലൊക്കെ ഉള്ളപ്പോൾ ഈ 2 ദിവസത്തെ അവധി നേരത്തെയായി അവധി ഉള്ളതുകൊണ്ട് നേരത്തെ പോയത്. ഇതൊന്നും ഞാനവിടെ ന്യായീകരിക്കാൻ പറയുന്നതല്ല, പക്ഷേ ഇതൊക്കെയാണ് വസ്തുത. പക്ഷേ ഈ സംഭവം എന്നുകൊണ്ട് ഇത് സാധാരണ ഒറ്റപ്പെട്ട സംഭവം എന്ന് പറയാറുണ്ടല്ലോ. ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ നാട്ടിൽ നടന്നിട്ടുമുണ്ട്, ഇപ്പോഴും നടക്കുന്നുണ്ട്. അതിപ്പോൾ കോതമംഗലം ഇത് നമ്മുടെ മുമ്പിൽ പെട്ടു എന്ന് മാത്രം. പക്ഷെ അവിടെ ഇതിൽ ഇടപെടേണ്ട ചില ഭരണാധികാരികളുണ്ട്. അവരെ ഇടപെടിക്കുന്നതിന് പകരം അതൊരു MLA, അദ്ദേഹം ആ MLA എന്ന നിലയ്ക്ക് ഒരു ഷോ കാണിച്ചാണ് പ്രശ്നമായത്. അത് റവന്യൂ വകുപ്പിനല്ല ഇപ്പം നാണക്കേടുണ്ടാക്കിയത്, അത് പൊതുഭരണ വകുപ്പിന് നാണക്കേടുണ്ടാക്കി. ഈ പൊതുഭരണ വകുപ്പ് എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ കയ്യിലാണ്. അപ്പോൾ റവന്യൂ വകുപ്പിൻ്റെ CPI ഒന്ന് ആക്ഷേപിക്കാൻ വേണ്ടി CPM കാരനായ MLA ഓടി വന്ന് ആ ADMൻ്റെ കസേരയിൽ ഇരുന്നിട്ട് ഹാജർ ബുക്ക് പരിശോധിക്കുന്നു. അതൊക്കെ ചോദിച്ചാൽ MLA ADMനെക്കാട്ടിലും മുകളിലാണെന്ന് ചോദിച്ചാൽ മുകളിലാണ്, ജനപ്രതിനിധിയാണ്. പക്ഷേ ഒരു തഹസീൽദാരുടെ കസേര വന്നിരിക്കാനൊക്കെ MLA ഒക്കെ പെട്ടെന്ന് പറ്റുമോ? അതൊക്കെ ഒരു നമ്മുടെ നാട്ടിൽ നടക്കാത്ത സംഭവമാണ്. MLA എന്താ ചെയ്യേണ്ടത്, ഇങ്ങനൊരു വിവരം അറിയുമ്പോൾ അദ്ദേഹം ആദ്യം ചെയ്യേണ്ടത് അവിടുത്തെ കളക്ടറെ വിളിച്ച് പറയണം ഇങ്ങനൊരു സംഭവമുണ്ട്. അപ്പോൾ കളക്ടർ വന്ന് അന്വേഷിക്കും. എന്നിട്ട് കളക്ടർ അതേ മന്ത്രിയോട് പറയും. ഇതിപ്പോൾ മന്ത്രിയുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി കാനൻ രാജേന്ദ്രനും ആ ജീവനക്കാരെ ന്യായീകരിച്ചിരിക്കുകയാണ്. മന്ത്രി ന്യായീകരിച്ചു എന്നല്ല പറഞ്ഞാൽ, മന്ത്രിയുടെ പാർട്ടിയുടെ സെക്രട്ടറി ന്യായീകരിച്ചിരിക്കുകയാണ്. അവകാശമാണെന്നാണ് കാനൻ രാജേന്ദ്രൻ പറഞ്ഞത്. അപ്പോൾ എന്തുകൊണ്ടാണ് കാനൻ രാജേന്ദ്രൻ അങ്ങനെ പറഞ്ഞത്? മറ്റെല്ലാ വിഷയങ്ങളിലും CPMനെ പിന്താങ്ങുന്ന ആളാണ് കാനൻ രാജേന്ദ്രൻ. ഈ വിലക്കയറ്റം, സെസ് 2 രൂപ കൂട്ടിയതടക്കം അദ്ദേഹം പിന്തുണച്ചു. പക്ഷേ ഇക്കാര്യത്തിൽ എന്തുകൊണ്ടാണ് കാനൻ രാജേന്ദ്രൻ മറ്റേ ജീവനക്കാരെ പിന്തുണച്ചത്? അതിൻ്റെ കാരണം റവന്യൂ മന്ത്രി K. രാജൻ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരൻ മാത്രമല്ല, ഞാൻ അറിഞ്ഞിടത്തോളം അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പിൽപ്പെട്ട ആളാണ്.
അപ്പോൾ റവന്യൂ മന്ത്രി രാജനെ കൊച്ചാക്കാൻ വേണ്ടി ഒരു CPM MLA ഒരു എന്താ പറയുക എടുത്തിയാട്ടം കാണിക്കുമ്പോൾ അതിനെ എതിർക്കുകയും അതിനെ തരം താഴ്ത്തുകയും ചെയ്യേണ്ടത് കാനത്തിൻ്റെ കടമയാണ്. അപ്പോൾ ഇത് സംഭവം എന്താണ്? റവന്യൂ വകുപ്പിനെ പ്രതിക്കൂട്ടിലാക്കാൻ വേണ്ടി CPM നടത്തിയ കാര്യം. അവിടുത്തെ CPIയുടെ പത്തനംതിട്ട അസിസ്റ്റന്റ് സെക്രട്ടറി എന്താ പറഞ്ഞത്? മന്ത്രി MLA ചെയ്ത് ശരിയായില്ല എന്ന് പറഞ്ഞില്ലേ? CPI സെക്രട്ടറിക്ക് പക്ഷേ അങ്ങനെ ഒരു അവിടെ ഇവിടെയും തൊടാതെ CPI സെക്രട്ടറി പറഞ്ഞത്. അപ്പോൾ അസിസ്റ്റന്റ് സെക്രട്ടറിക്ക് വേറൊരു അഭിപ്രായവും CPI ജില്ലാ സെക്രട്ടറിക്ക് വേറൊരു അഭിപ്രായം നമ്മൾ കേട്ടു. അപ്പോൾ ഇതിലിപ്പോൾ ജീവനക്കാരുടെ പ്രശ്നം എവിടം വരെ എത്തിയിപ്പോൾ? ജീവനക്കാർ 19 ജീവനക്കാർ അവധിയെടുത്ത് അവർ ടൂറിന് പോയാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ അവിടുത്തെ ഓഫീസ് സംവിധാനം താളം തെറ്റിയെങ്കിൽ അതിൽ ഉത്തരവാദികളായവർ അതിനുത്തരം പറയണം. പക്ഷേ ആ ഒരൊറ്റ കാരണം കൊണ്ട് നമ്മുടെ ജനങ്ങൾ പൊറുതുമുട്ടി എന്ന് പറഞ്ഞാൽ അത് രാഷ്ട്രീയമായി പറയാൻ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം അവർ ജീവനക്കാരെ കസേരയിൽ ഇരുന്നാൽ തന്നെ നടക്കാത്ത പല കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ വിഷയം ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ CPIയെ ചെറുതാക്കാൻ വേണ്ടിയിട്ട് CPM കൊണ്ടുവന്ന ഒരു വിഷയമായിട്ട് ഇത് മാറി. അപ്പോൾ എന്താണ് റവന്യൂ, ഞാൻ ഇവിടുന്ന് പരിശോധിച്ച് നോക്കി, റവന്യൂ വകുപ്പിനെതിരെയാണ് NGO യൂണിയൻ്റെ സമരം മിക്കതും. ജീവനക്കാരുടെ ഒരുപാട് ആനുകൂല്യങ്ങൾ ഇപ്പോൾ കിട്ടാനുണ്ട്. ആ ആനുകൂല്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ജീവനക്കാരെ ഭരിക്കാൻ ശ്രമിച്ചതെങ്കിൽ ശരി, ലീവ് സറണ്ടർ അവിടെ കിടക്കുകയാണ്. അതുപോലെ തന്നെ ഒരുപാട് വിഷയങ്ങൾ DAയുടെ കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ല. അവർക്ക് ഇപ്പോഴും കുടിശ്ശികയാണ് DA, കേന്ദ്രം വെച്ച DA. അപ്പോൾ ഇതൊക്കെ കൊടുത്തിട്ടാണ് ഇവർ ജീവനക്കാരെ കുറ്റം പറയുന്നതെങ്കിൽ ശരി. പക്ഷേ അതല്ല, ഇതിന് രണ്ട് രാഷ്ട്രീയമുണ്ട്. ഒന്ന് CPIക്കെതിരായ രാഷ്ട്രീയമുണ്ട്, മറ്റേത് ഞാൻ അറിഞ്ഞത് ഈ 19 ജീവനക്കാരിലെ എല്ലാ വിഭാഗക്കാരായ യൂണിയൻ പ്രവർത്തകരുണ്ട്. NGO യൂണിയനുണ്ട്, അസോസിയേഷനുണ്ട്, ജോയിൻറ്റ് കൗൺസിലുണ്ട്. അപ്പോൾ ഇതിൽ രാഷ്ട്രീയമുണ്ടോ? ഈ ജീവനക്കാരുടെ ഇടയിൽ ഏതെങ്കിലും നേതാക്കളുണ്ടോ? ആ നേതാക്കളെ പിടിക്കാൻ വേണ്ടി CPM ചെയ്യുന്ന പണിയാണോ? അതൊക്കെ അന്വേഷിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കി വരുമ്പോഴാണ് ഇത് ജനങ്ങൾക്കൊപ്പം നിന്ന് ജനങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ കണ്ണീരൊലിപ്പിക്കുന്നു എന്ന് തോന്നിപ്പിച്ചാൽ അത് വിശ്വസിക്കാൻ പ്രയാസമാണ്. കാരണം ഇപ്പുറത്ത് 2 രൂപ സെസ് കൂട്ടി ജനങ്ങളെ ദ്രോഹിക്കുന്നവരാണ് ഈ ഒരു ദിവസത്തെ ജനങ്ങൾ വന്നിട്ട് കഷ്ടപ്പെട്ടു ബുദ്ധിമുട്ടി എന്നൊക്കെ പറയുന്നത്. അതൊക്കെ ഒരു നാടകം.